കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച് തൃശൂർ ജില്ല. എയിംസ് മുതൽ തീർത്ഥാടനത്തിന് വരെ ബജറ്റിൽ പ്രാതിനിധ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് തൃശൂർ ജനത. ഒപ്പം തീരദേശ മേഖലയും ബജറ്റിനെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഇന്നത്തെ കേന്ദ്ര ബജറ്റിൽ തൃശൂർ ജില്ലയ്ക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. തീരദേശം മുതൽ തീർത്ഥാടന ടൂറിസത്തിന് വരെ മുതൽക്കൂട്ടാകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജില്ല. ഇതിനു പുറമെ തൃശൂരിന് എയിംസ് വരുമോ എന്ന ആകാംക്ഷയുമുണ്ട്. അമൃത് മാതൃകയിൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളുടെ പശ്ചാത്തല വികസനത്തിന് വേണ്ടി പ്രത്യേക പദ്ധതി ഉണ്ടാകുമെന്ന സൂചനയുമുണ്ട്. കോയമ്പത്തൂരിനെയും കൊച്ചിയെയും തൃശൂരിലൂടെ ബന്ധിപ്പിച്ചുകൊണ്ടൊരു അർബൻ സ്ട്രിപ്പും ബഡ്ജറ്റിന് മുന്നോടിയായി തന്നെ ചർച്ചയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കേരളത്തിന് വേണ്ടി അനുവദിക്കാനിരിക്കുന്ന എയിംസ് കൊരട്ടിയിൽ സ്ഥാപിതമാകുക എന്ന ചർച്ചയും സജീവമാണ്. കൊരട്ടിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള 105 ഏക്കർ ഭൂമിയും സംസ്ഥാന സർക്കാരിന്റെ കൈവശമുള്ള 100 ഏക്കറോളം ഭൂമിയും കൈമാറിയാൽ എയിംസിന് വേണ്ട വിശാലമായ ക്യാമ്പസും ആശുപത്രികളും ഗവേഷണ കേന്ദ്രങ്ങളും അക്കാദമിക് ബ്ലോക്കുകളും നിർമ്മിക്കാനാവും. പ്രിന്റിംഗ് പ്രസിന് വേണ്ടി റോഡ് അടക്കമുള്ള സൗകര്യങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതിനാൽ ഇതും എയിംസിനായി ഉപയോഗിക്കാനാകും. ദേശീയപാതയുടെ സമീപത്തായതിനാൽ ഗതാഗത സൗകര്യത്തിനും കുറവില്ല. ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായാൽ പതിറ്റാണ്ടുകൾക്കിടയിൽ തൃശൂർ ജില്ലയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയായി ഇത് മാറും. ഇതിനൊപ്പം തീർത്ഥാടന മേഖലയ്ക്കും ബഡ്ജറ്റിൽ ഇടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റതു മുതൽ ജില്ലയിലെങ്ങും ഉയർന്നു കേൾക്കുന്ന ആവശ്യമാണ് കൊച്ചി മെട്രോ റെയിൽ തൃശൂരിലേക്ക് നീട്ടുകയെന്നത്. പ്രായോഗികമായി ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും മെട്രോ തൃശൂരിലേക്ക് എത്താൻ ആശയോടെ കാത്തിരിക്കുകയാണ് ജനം. കൊച്ചി നഗരത്തെയും തൃശൂരിനെയും തമ്മിൽ എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന അർബൻ സ്ട്രിപ്പ് എന്ന ആവശ്യം സജീവ ചർച്ചകളിലുണ്ട്. ഇരു നഗരങ്ങൾക്കുമിടയിൽ അർബൻ സ്ട്രിപ്പ് വന്നാൽ രണ്ട് നഗരങ്ങളും സാവധാനം ഒരേ നിലയിലേക്ക് വളരുന്ന സ്ഥിതി വരുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ജനം, തൃശൂർ.